മലയാളികളുടെ മനസ്സിൽ ഒത്തിരി സ്ഥാനം പിടിച്ച ഈ ഒരു പാട്ട് പി ടി അബ്ദുറഹ്മാൻ രചിച്ച് പീർ മുഹമ്മദ് ആലപിച്ച ഗാനമാണ്. നമ്മളെല്ലാം ഇത് കൊണ്ടുപോകുന്നത് കാരക്ക കായ്ക്കുന്ന ആ നാട്ടിലേക്കാണ്. അപ്പം എൻ്റെ സ്വന്തം നാട്ടിൽ, അതായത് കോട്ടക്കൽ എടരിക്കോടുള്ള പള്ളിയുടെ മുറ്റത്ത് കാരക്ക കായ്ച്ചത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഇതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ശ്രീജിത്താണ്. അപ്പോൾ ഇന്ന് വലിയ പെരുന്നാളായിട്ടും എനിക്ക് വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എടരിക്കോട് പള്ളിയുടെ മുറ്റത്താണ്. ഹൈവേയിലൂടെ പാസ് ചെയ്തവരൊക്കെ ഈ പള്ളി കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് ഇത്. കണ്ടോ, ഇവിടെ പിന്നിലായിട്ട് ഈന്തപ്പന കാഴ്ച നിൽക്കുന്ന കാഴ്ച കാണാം. ആ പഴയ പാട്ടില് കാറ്റിനോട് പറയുന്നുണ്ട്, ഈന്തപ്പന കാഴ്ച നിൽക്കുന്ന ആ നാട്ടിലെ മധുകൂറുന്ന കിസ്സ പറയാനായിട്ട്. അപ്പം ഇന്ന് എൻ്റെ നാട്ടിലെ കിസ്സയാണ് ഞാനിവിടെ പറയുന്നത്. എടരിക്കോടുള്ള ഈ വലിയ ജുമാ മസ്ജിദ് പള്ളിയിൽ ഏകദേശം 10 മുതൽ 12ഓളം ഈന്തപ്പനകൾ ഇവിടെ നട്ട് വളർത്തുന്നുണ്ട്. അപ്പം അതിലൊക്കെ കായകളുണ്ടായ കഥയാണ് ഇന്ന് ഇവിടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാ നമുക്കിവിടെ കാണാൻ കഴിയും, നല്ല ഈത്തപ്പഴമാണ്. സംഭവം ഒക്കെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇതിന് സ്കിന്ന് കുറവാണ്. കുരു മാത്രമാണ് ഉള്ളത്. കുരു പക്കയാണ്, പക്ഷേ സ്കിന്ന് കുറവാണ്. അപ്പോൾ എൻ്റെ നാട്ടിലും മധുകൂറുന്ന കാരക്ക കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വലിയ പെരുന്നാൾ ദിനത്തിൽ ഒത്തിരി മധുരമാർന്ന ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. എൻ്റെ നാട്ടിലും പുറത്തുമായി സഞ്ചരിക്കുന്ന എൻ്റെ യാത്രകളാണ് എൻ്റെ വീഡിയോസിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വലിയ പെരുന്നാൾ ദിനത്തിലെ ഈദ് മുബാറക്ക് നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്.